കാഴ്ച പരിമിതിയെ അതിജീവിച്ച് USS നേടി അഭിനയയും സിനാനും. ആദ്യമായാണ് ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികൾ USS സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നത്. ആകെ 4 പേർ പരീക്ഷ എഴുതിയതിൽ 2 പേർ സ്കോളർഷിപ്പ് നേടി. പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുഹമ്മദ് സിനാനും അഭിനയയും. PDF ഫോർമാറ്റിൽ വരുന്ന പുസ്തകങ്ങൾ വായിച്ചു കേൾപ്പിച്ചും ഓഡിയോ രൂപത്തിലാക്കിയുമാണ് കുട്ടികളെ പഠിപ്പിച്ചത്. പഠനത്തിനു പുറമെ മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിലും സമർത്ഥരാണ് കുട്ടികളെന്ന് ഹെഡ് മിസ്ട്രസ് പറഞ്ഞു. ഈ 2 കുട്ടികളും പഠിക്കാനുള്ള അവരുടെ സാമർഥ്യത്തിന് പുറമെ മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ സമർത്ഥരായിട്ടുള്ള കുട്ടികളാണ്. പിന്നെ മുഹമ്മദ് സിനാനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം നേടിയ ആളാണ് സ്റ്റേറ്റ് ലെവലിൽ. പിന്നെ അഭിനയ സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമാണിപ്പോൾ. അപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ സ്റ്റേറ്റ് ലെവലിൽ സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിലുള്ള ടൂർണമെൻറ്റിൽ വിശാഖപട്ടണത്ത് കളിക്കാൻ പോവുകയാണ് അഭിനയ. അപ്പോൾ അങ്ങനെ മറ്റു മേഖലകളിലും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് 2 പേരും. തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ അറ്റൂർ പാറപ്പുറത്ത് അത്തിക്കപ്പറമ്പിൽ ഹക്കിമിന്റെയും തസ്നിയുടെയും മകനാണ് മുഹമ്മദ് സിനാൻ. പാലക്കാട് ജില്ലയിലെ തേൻകുറിശി പഞ്ചായത്തിലെ മഞ്ഞളൂരിലെ ഇടപ്പറമ്പ് വീട്ടിലെ അനന്തകൃഷ്ണന്റെയും സുഷമയുടെയും മകളാണ് അഭിനയ. ഞങ്ങൾക്ക് ഫസ്റ്റ് USS എഴുതിയിട്ട് ഞങ്ങളുടെ OMR ഷീറ്റ് നോക്കിയപ്പോൾ എനിക്ക് 60 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടില്ല എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. പിന്നെ ആയിരുന്നു എന്നോട് അജുമാഷ് വിളിച്ചിട്ടായിരുന്നു പറഞ്ഞത് USS കിട്ടി. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. എനിക്ക് 8ാം ക്ലാസ്സിൽ NMMS എഴുതാനുണ്ട്. എനിക്ക് വലുതായ ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. USS കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്ക് ആദ്യം ഞങ്ങൾ OMR ഷീറ്റ് നോക്കിയപ്പോൾ അതിൽ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ബിജുമാഷ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി എനിക്ക് വലുതായ കളക്ടർ ആവണം. 8ാം ക്ലാസ്സിൽ NMMS എഴുതണം. കൈരളി ന്യൂസ്, പാലക്കാട്.